അമേരിക്കയുടെ 27 താവളങ്ങൾ ഇതോടകം ഇറാൻ ആക്രമണത്തിന് ഇരയാക്കി എന്ന് തന്നെ പറയണം. കുവൈറ്റിന്റെ ആകാശത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട് ആ പോർവിമാനം നിലത്ത് വീണ് പൊട്ടിച്ചിതറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാലും നിർഭാഗ്യവശാൽ അത് നടക്കുന്ന സാഹചര്യമില്ല. ഇറാൻ പണ്ട് പറഞ്ഞതുപോലെ ഞങ്ങൾ തീരുമാനിക്കും ഇതപ്പോൾ അവസാനിപ്പിക്കണമെന്ന്. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇറാനെതിരെ പറഞ്ഞിരുന്നവർക്ക് കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണ്. ഇറാൻ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ വാർത്തകൾ അധികം പുറത്തു വരുന്നില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. നമുക്കറിയാം പാശ്ചാത്യ മാധ്യമങ്ങളുടെ കുടപിടുത്തം എത്രമാത്രം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് നേരെ പോലും, അതായത് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു യുദ്ധ വാഹിനി കപ്പൽ, അന്തർവാഹിനി കപ്പൽ തന്നെയാണ്, യുദ്ധ വിമാനവാഹിനി കപ്പൽ തന്നെയാണ്. പക്ഷെ അതിനെ പോലും തകർക്കാവുന്ന രീതിയിലേക്ക് ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. 4 ബലിസ്റ്റിക് മിസൈലുകൾ അതിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ അതും സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമായതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത് പോലും. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം, അവരുടെ ആശയങ്ങൾക്കായിരുന്നു എന്നും പ്രാധാന്യം. ആ പരമോന്നത നേതാവ് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് അക്ഷരം പ്രതി പാലിക്കുകയാണ് ഇറാൻ ജനത എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓരോ നീക്കവും മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? വിദ്യ, ഇപ്പോൾ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന വിധത്തിലേക്ക് യുദ്ധത്തിൻ്റെ ചിത്രം മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ ഈ യുദ്ധത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാനാണ് ഇപ്പോൾ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ടെഹ്റാനിലേക്ക് ഇസ്രായേൽ ചില ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതിൻ്റെ എത്രയോ ഇരട്ടി ആക്രമണങ്ങൾ ഒരേ സമയം ഇറാൻ പലയിടങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ 27 താവളങ്ങൾ ഇതോടകം ഇറാൻ ആക്രമണത്തിന് ഇരയാക്കി എന്ന് തന്നെ പറയണം. അതോടൊപ്പം അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവരുടെ ഒരു പോർ വിമാനം കുവൈറ്റിൻ്റെ ആകാശത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട് ആ പോർവിമാനം നിലത്ത് വീണ് പൊട്ടിച്ചിതറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു, ഞങ്ങൾ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം, അതായത് അവരുടെ ഒരു കമാൻഡിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഖത്തറിലാണുള്ളത്. അൽ ഉദൈദ് വ്യോമത്താവളം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡിംഗ് സെൻറ്ററാണ്. ഖത്തറിലെ ദോഹയിലുള്ള അൽ ഉദൈദ് എയർബേസ്. ഇവിടെയാണ് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ഇവിടെയാണ്. ഇവിടേക്ക് പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ പലരും ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന് പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർക്കാർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ അതേസമയം തന്നെ ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ജനവാസ മേഖലകളിലേക്കല്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ സൈനികർ, ഇവരെയൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇറാൻ അല്പസമയം മുമ്പ് ഇറാൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഇങ്ങനെ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തുമ്പോൾ അമേരിക്കയും ഇസ്രായേലും എന്ത് തന്നെയായാലും അവർ മുൻകരുതലെടുത്തിട്ടാണല്ലോ ആക്രമണം നടത്തുക. അതായത് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്ക സേഫാണ്, അമേരിക്ക എന്ന രാജ്യത്തിനുള്ളിലേക്ക് ഇറാൻ എന്തായാലും ആക്രമണം നടത്താൻ പോകുന്നില്ല. പക്ഷേ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത്. ഇസ്രായേൽ ആണെങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു ആക്രമണവും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിനിറങ്ങുന്നത്. കാരണം എന്താണ്? ഇറാൻ്റെ നെടുന്തൂണാണ് തകർക്കാൻ പോകുന്നത്. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനേയി, അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ, അതുപോലെ തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി, പ്രധാനപ്പെട്ട കമാൻഡർമാർ, സൈനിക തലവന്മാർ, ഇവരെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ തിരിച്ചടി എന്നത് വൈകേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുഴങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സർപ്രൈസ് ടൈമിൽ, അല്ലെങ്കിൽ അവർ സ്തബ്ധരായിരിക്കുമ്പോൾ ബാക്കി ആക്രമണങ്ങൾ കൂടി നടത്തി ഇറാൻ്റെ ഭരണം പിടിക്കാനായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതി എന്ന് തോന്നുന്നു. പക്ഷേ ഈ ആയത്തുള്ള അലി ഖാംനേയി കൊല്ലപ്പെട്ട് അധികം വൈകുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതിയൊരു ടീം തന്നെ അവിടെ സെറ്റായിട്ടുണ്ട്. മരിച്ചു പോയത് ആരൊക്കെയാണോ അവർക്കൊക്കെ പകരക്കാർ വന്നിട്ടുണ്ട്.
എന്ന് മാത്രമല്ല നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തുരുതുര ആക്രമണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ളവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു പദ്ധതി ഇറാൻ്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പിൽ കയറി ഇറാനെ തീർക്കാനുള്ള സകല ശ്രമങ്ങളും അല്ലെങ്കിൽ സകല ചിന്തകളും പദ്ധതികളും പ്ലാനുകളും പൊളിയുന്നു എന്നുള്ളത് കൂടി നമ്മളവിടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾ പിഴച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. യദു, നമ്മൾ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിലൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, അവിടുത്തെ പരമോന്നത നേതാവിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി ഒരു പ്ലാൻ വരച്ച് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്നെയാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു അപകടം സംഭവിക്കുന്നു, അദ്ദേഹം കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കകം അവരൊരു സമയം പോലും എടുക്കുന്നില്ല. കാരണം അവർക്കതൊരു രക്തസാക്ഷിത്വം തന്നെയാണ്, ഒരു ധീരമരണം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു ചെറിയ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, എനിക്കൊരു അസുഖം ബാധിച്ച് മരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, യുദ്ധമുഖത്ത് ധീരനെ പോലെ മരിച്ചു വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ സുരക്ഷിതമായി ബങ്കറിൽ ഒളിക്കാനുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. ജനതയോടൊപ്പം ഇറങ്ങിച്ചെന്ന് യുദ്ധത്തിൽ ഏറ്റവും ആദ്യം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം അത് സ്വന്തമായിട്ട് സ്വീകരിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം വളരെ പ്ലാൻഡ് ആണെന്ന് നമുക്ക് വ്യക്തമാണ്. ഇത്രയും ഒരു മരണത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം സജ്ജമായിരുന്നുവെങ്കിൽ തീർച്ചയായും കാര്യങ്ങളെല്ലാം അവിടെ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഇത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇനി അക്ഷരം പ്രതി അനുസരിക്കുക, അല്ലെങ്കിൽ അതിനെ മാക്സിമം ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ജനതയുടെ ഒരു ഒറ്റ വികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അമേരിക്ക ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല. അമേരിക്ക എത്ര പുറത്തുവിടാതെ കാത്ത് മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ പോലും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. കൃത്യമായി എന്തൊക്കെയാണ്, പലപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സെൻസർ ചെയ്ത വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇറാന് വരുന്ന അപകടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇറാന് നേരിടുന്ന ആക്രമണത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇനി വാർത്തകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. ഇനി അമേരിക്കയ്ക്ക് നേരിടുന്ന അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരിടുന്ന ആക്രമണങ്ങൾ, ഇസ്രായേലിന് നേരിടുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്നലെ തന്നെ 9 ഇസ്രായേലികൾ ഒറ്റയടിക്ക് അവരുടെ ഭൂഗർഭ അറയിലേക്ക് നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ ഏതാണ്ട് 15ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പല വാർത്താ ഏജൻസികളും കാണിക്കുന്നത്. ഇസ്രായേലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകത്തെ അറിയിക്കരുത് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കർശന നിർദ്ദേശമുണ്ട്. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളിൽ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അവർ പറയില്ല. പക്ഷേ അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ പല അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ കറുത്ത പുക, തീജ്വാലകൾ, തീനാളങ്ങൾ ഒക്കെ ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് തങ്ങളെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളിലെ, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ പൗരന്മാർക്ക് ഇപ്പോൾ വലിയൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. US പൗരന്മാർ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആകാശപാതകൾ പൂർണ്ണമായി പശ്ചിമേഷ്യയിൽ അടച്ചിരിക്കുന്ന സാഹചര്യമാണ്. എങ്ങോട്ടും നീങ്ങാൻ, മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആർക്കും കഴിയാത്തൊരവസ്ഥ പശ്ചിമേഷ്യയിൽ സംജാതമായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി ഞങ്ങൾ തകർത്തു എന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആക്രമണത്തിന് ശേഷം. പക്ഷേ ഇപ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് ബാലിസ്റ്റിക് സ്വഭാവത്തിലുള്ള മിസൈലുകളാണ്, ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഇസ്രായേലിലേക്ക് നിരന്തരമായി ഫത്ത 1, ഫത്ത 2 ശ്രേണിയിലുള്ള മിസൈലുകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഈ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ 10,000 മുതൽ 15,000 കിലോമീറ്റർ വരെയൊക്കെ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അതിവേഗ, ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ്. ഈ മിസൈലുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനങ്ങൾ പരാജയപ്പെടുത്താൻ നോക്കിയിട്ട് കഴിയാതെ ഈ മിസൈലുകൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഘട്ടം ഘട്ടമായി തങ്ങളുടെ പക്കലുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെട്ടത് ഇറാൻ്റെ രക്ഷയാണ്, അല്ലെങ്കിൽ അതോടുകൂടി ഇറാനിലെ ഭരണം മാറും, ഇറാനിലെ ജനങ്ങൾ മുഴുവൻ തുള്ളിച്ചാടുകയാണ് എന്ന നിലയിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ അവർ നിർണായകമായ റോൾ ഇതിൽ വഹിക്കുന്നുണ്ട്. ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെ വലിയ തോതിൽ ആഘോഷമുണ്ട് എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, സ്ത്രീകൾക്ക് വിമോചനമായി, ഇറാൻ പുരോഗതിയിലേക്ക് ഇനി കുതിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇറാനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു. അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആയത്തുള്ള അലി ഖാംനെയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങുകയാണ്. അവിടെ ലക്ഷോപലക്ഷം ആളുകൾ
ആ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങുമ്പോൾ ഇവിടെ വളരെ കുറച്ച് ആളുകൾ എന്തോ തുള്ളിച്ചാടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അതാണ് ഇറാൻ്റെ മനസ്സ് എന്ന് പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. അത് ട്രംപിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നെതന്യാഹുവിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരം തകർത്ത് അതിനുള്ളിൽ കയറി ആക്രമിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഒരു ന്യായം കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് എന്ന് പറയാനുള്ളൂ. കാരണം ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ്, റിപ്പബ്ലിക് രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ആ രാജ്യമാണ് തീരുമാനിക്കേണ്ടത്. ആ രാജ്യത്തിനുള്ളിൽ എന്ത് നടക്കണമെന്ന് അവിടുത്തെ ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്. അതിൽ മറ്റൊരു രാജ്യവും കയറി ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പോൾ പലരും പറയുന്നു ഈ ഖാംനെയി മരിച്ചതോടുകൂടി അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, അവിടുത്തെ ജനങ്ങൾ സ്വതന്ത്രരായി എന്ന്. പക്ഷെ അമേരിക്ക പറയുന്ന കാരണം അതല്ല. അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനല്ല അമേരിക്ക അടിച്ചത്. അമേരിക്ക കാരണം പറയുന്നത് ഇവർ ആണവായുധം ഉണ്ടാക്കുന്നു, ആണവ ഭീഷണിയായി വരുന്നു, ഇവർ ഈ പറയുന്ന മിസൈലുകൾ ഉണ്ടാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവുകയാണ് തുടങ്ങിയ കാരണങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ, അതും അമേരിക്ക ഒരു ആണവശക്തിയാണ്, ഇറാൻ ഒരു ആണവശക്തി ആകരുത് എന്നെങ്ങനെയാണ് അമേരിക്ക പറയുക? അമേരിക്ക ഓൾറെഡി ഒരു ആണവശക്തിയാണല്ലോ, അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി നോക്കുക. ഇപ്പോൾ അമേരിക്ക അങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തിനും നാളെ ഈ അവസ്ഥ വരാം. ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ നാളെ അമേരിക്ക തീരുമാനിക്കുകയാണ് ഈ രാജ്യത്ത് ഈ ഭരണാധികാരി ശരിയല്ല, അയാളെ മാറ്റണം എന്ന് അമേരിക്ക തീരുമാനിക്കുകയാണ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എല്ലാവരും ഇത് അംഗീകരിക്കേണ്ടി വരും. അതാണ് ചോദ്യം. ഏതൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കും കടന്നു കയറാനുള്ള അധികാരം അമേരിക്കയ്ക്കുണ്ടോ? ഇതാണിപ്പോൾ ലോകം ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയോടൊപ്പം നിന്നിട്ട് ഇറാനോട് യുദ്ധം നിർത്താൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നു യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന്. അതാണിപ്പോൾ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധത്തിൻ്റെ കൺട്രോൾ ഇറാനിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഇറാനാണ് സകലമാന ആക്രമണങ്ങൾ നടത്തുന്നത്. ഇറാനെ ഇപ്പോൾ തീർത്ത് കളയും എന്ന് പറഞ്ഞ് ട്രംപ് തന്നെ പറയുന്നു 4 ആഴ്ചയോളം വേണ്ടി വരും ഇറാനെ തീർക്കാൻ. ഇറാൻ വലിയ രാജ്യമാണ്. ആ രാജ്യത്തെ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ആ ഭരണകൂടത്തോടൊപ്പമാണ്. അവിടെ കൊലപ്പെടുത്തിയവർക്കൊക്കെ പകരക്കാർ വന്നു. അവർ അതിവേഗത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയുടെ പടക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കന് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. അതിപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്ക സമ്മതിച്ചു തരില്ല. പക്ഷേ അങ്ങനെ ഒരു അവകാശവാദം, ഒരു ക്ലെയിം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാനും മാത്രം ശക്തമായ രീതിയിൽ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ, വാഷിംഗ്ടൺ പോസ്റ്റൊക്കെ രാവിലെ തന്നെ ഒരു വാർത്തയുമായിട്ട് വരികയാണ്. ഇറാന്റെ പുതിയ ഭരണ നേതൃത്വം ഒത്തുതീർപ്പ് ചർച്ചകളുമായി രംഗത്ത് വന്നു. അമേരിക്കയെ ആണവ ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടി ചില സമ്മർദ്ദങ്ങൾ ഒമാൻ വഴി അവർ നടത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരികയാണ്. തൊട്ടു പിന്നാലെ, ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ ഇറാൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് ടോട്ടലി ഫേക്കാണ്, അങ്ങനെ ഒരു ചർച്ചയ്ക്കും ഇറാൻ പോകുന്നില്ല, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും, ഇനിയും ആക്രമണങ്ങൾ തുടരും. അതായത് പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ തലം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അപകടകരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇത് വളരെ അപകടകരമായ ഒരു കാര്യം കൂടിയാണ്. നമ്മൾ വെറുതെ ഇതൊരു യുദ്ധം അവരുടെ സൈഡ് ഇവരുടെ സൈഡ് രണ്ട് പക്ഷവും പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതല്ല. ഇതിങ്ങനെ പോയാൽ ഇപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഓഹരി വിപണികൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണികൾ കൂപ്പുകുത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അത് വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. എണ്ണക്കപ്പലുകൾ 150-ലധികം എണ്ണക്കപ്പലുകൾ നീങ്ങാനാവാതെ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു എണ്ണക്കപ്പൽ ആക്രമണത്തെ തുടർന്ന് നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഇനി മറ്റുള്ള കപ്പലുകളും കത്താനുള്ള സാധ്യതയുണ്ട്. എണ്ണ വ്യാപാരം നിലയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 1-2 ആഴ്ചയൊക്കെ പല രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ എണ്ണ കിട്ടിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. വിലക്കയറ്റവും അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാരങ്ങളും ഒക്കെ തകരും, അത് വേറെ സംശയവും വേണ്ട. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണമെന്നതിനെ തുടർന്നാണ് എന്നതിനെക്കുറിച്ചാണ് ലോകം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാലും നിർഭാഗ്യവശാൽ അത് നടക്കുന്ന സാഹചര്യമില്ല. ഇറാൻ പണ്ട് പറഞ്ഞതുപോലെ ഞങ്ങൾ തീരുമാനിക്കും ഇതപ്പോൾ അവസാനിപ്പിക്കണമെന്ന് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.